മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ടെൻഡർ നടപടികൾ നടത്തുകയും ചെയ്തുവെങ്കിലും നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടില്ല. മഴക്കാലത്തിന് ഒരു മാസം കൂടി മാത്രം ശേഷിക്കെ ഈ കാലവർഷവും കള്ളക്കുട്ടി നിവാസികൾക്ക് ദുരിതകാലമാകും. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. കുടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 32 മീറ്റർ നീളത്തിൽ പാലവും 1.25 കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡും നിർമ്മിക്കാൻ 3.60 കോടി രൂപ അനുവദിച്ചു. എന്നാൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാത്തതാണ് നിലവിൽ പ്രതിസന്ധിയായിട്ടുള്ളത്. ഇതോടെ മഴക്കാലത്തിന് ഒരു മാസം കൂടി മാത്രം ശേഷിക്കെ ഈ വർഷകാലവും കള്ളക്കുട്ടി നിവാസികൾക്ക് ദുരിതകാലമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കുടിനിവാസികൾക്ക് അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരയെത്തണം. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും പുഴ കടന്ന് വേണം വിദ്യാലയത്തിലെത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റകൊണ്ടൊരു തൂക്കുപാലം നിർമ്മിച്ചാണ് യാത്ര സാധ്യമാക്കിയത്. വരുന്ന മഴക്കാലത്തും ഈ സാഹസിക യാത്ര തുടരേണ്ടി വരുമല്ലോ എന്ന നിസ്സഹായ അവസ്ഥയിലാണ് കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ.